ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 6 ആയിട്ടുണ്ടാവും. അപ്പോൾ ഏട്ടൻ ഓഫീസിൽ പോണ ദിവസമാണ്. അപ്പോൾ രാവിലെ എന്തെങ്കിലും ആക്കണമല്ലോ, അതുകൊണ്ട് രാവിലെ എണീറ്റ് കേട്ടോ. നമുക്കൊന്ന് ചെറുതായിട്ട് ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലോട്ട് കിടക്കാം കേട്ടോ. നല്ല മഴയാണ്, നല്ല സുഖം കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട്, പൊതിച്ച് മുടി കിടക്കാൻ നല്ല സുഖമാണ്. അപ്പോൾ അടുക്കളയിൽ എല്ലാം പുറത്തെല്ലാം മഴ പെയ്യുന്നുണ്ട്. പുറത്തെല്ലാം എടുത്ത് കലമൊക്കെ എടുത്ത് അവിടെ വെച്ചേക്കും കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ ചോരുന്നതല്ല, ആ ഷീറ്റിനകത്തുനിന്ന് കറുത്ത കറവ് പോലെ വരുന്നുണ്ട് കേട്ടോ. രാവിലെ ആകുമ്പോഴത്തേനും അവിടെ മൊത്തം കറയായിരിക്കും. ഇന്നും വലിയ പ്രശ്നമില്ല. അപ്പം ഞാൻ അവിടെ കുറച്ചുണ്ടായിരുന്നെല്ലാം നല്ലപോലെ തുടച്ച് മാറ്റി കേട്ടോ. അപ്പം ഞാൻ ഒന്ന് കഥ തുറന്ന് നോക്കി, ആരും എണീറ്റിട്ടില്ല. എല്ലാവരും നല്ല ഉറക്കമാണ്, ആരും ഉണർന്നില്ല. സാധാരണ അമ്മ എണീക്കുന്നത്, ഇന്ന് അമ്മ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമേ വന്നത് കണ്ടില്ലേ, നല്ല മഴ പെയ്ത് വെള്ളം മൊത്തം നനഞ്ഞ് കുതിർന്ന് കിടക്കുക. ഷീറ്റൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. മേളിൽ ടാർപ്പ് വിരിച്ച് ഇന്നെല്ലാം പൊട്ടി. പിന്നെ കഥ തുറക്കണ്ട കേട്ടോ. അതിനു മുമ്പേ പൂച്ച ഇവിടെ ഹാജർ വിളിച്ചു. വേറെ ആരും വന്നില്ല, എന്താ പൂച്ച വന്നു. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉള്ളിക്കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ എടുത്ത് വെച്ചേക്കാം. പിന്നെ ചോറൊക്കെ അമ്മ വരുമ്പോൾ ഇടും കേട്ടോ. അമ്മ ഇപ്പോൾ എണീറ്റ് വരും. അപ്പോഴത്തേനും അമ്മ ആ ചോറൊക്കെ വെക്കുന്നത്. ഞാൻ അടുപ്പിൻ്റെ ഭാഗത്തോട്ട് പോവാം. അടുപ്പിൻ്റെ ആ ചോറ് വെക്കുന്നതൊക്കെ അമ്മയുടെ പണിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാറില്ല കേട്ടോ. അമ്മയ്ക്ക് വയ്യാതെ കണ്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ചോറൊക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ അമ്മ തന്നെ അടുപ്പ് കത്തിച്ച് ചോറ് വെക്കുന്നത്. അത് ഭയങ്കര ചടങ്ങാണ്. നമ്മുടെ സാധാ അടുപ്പ് പോലെയല്ല, പുകയില്ലാത്ത അടുപ്പാണെങ്കിൽ എന്നും കത്തിക്കുന്നവർക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിനകത്താണ് കേട്ടോ ഉള്ളിക്കറി വെക്കാൻ പോകുന്നത്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം അരിഞ്ഞ് ഇഞ്ചിയും കൂടെ ചതച്ച് കുക്കറിലോട്ടൊന്ന് 3 വിസിലടിച്ച് എടുക്കാം നമുക്ക്. പിന്നെ മുട്ടക്കറിക്കുള്ള മുട്ടയും ഞാൻ പുഴുങ്ങി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വാഴയ്ക്ക മെഴുക്കുവരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിന് ഞാൻ വാഴയ്ക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കഴുകി ഇനി എടുക്കാം. ഏട്ടന് പിന്നെ തോരൻ പോലെ വെക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഏട്ടനത് കൊടുത്തു വിട്ടാലും ഏട്ടനത് കളയും. അതുകൊണ്ട് പിന്നെ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ആ ഏത്തക്കയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടെടുക്കാം കേട്ടോ. തൊലിയെല്ലാം കളഞ്ഞിട്ട് കുഞ്ഞതായിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഞാനിങ്ങനെ ചെത്തി കളയുന്ന പോലെ അല്ലാതെ പീൽ ചെയ്തിട്ട് കളയുന്നവരുണ്ട് കേട്ടോ. എനിക്ക് അതിനുള്ള മടിക്കാൻ ഞാനിങ്ങനെ ചെത്തി കളയുന്നത്. അല്ലാതെ കളയുന്നവരാണെങ്കിൽ ആ തൊലിയുടെ കുറച്ചിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഞാനത് മടിയായിട്ട് ഞാൻ പെട്ടെന്ന്, അതുമല്ല ട്രൈപോഡ് എടുത്ത് വെക്കാനും മടിച്ചിട്ടാണ് കേട്ടോ ചാരി വെച്ചേക്കുന്നത്. ട്രൈപോഡ് എടുക്കണമെങ്കിൽ ഇനിയും പിള്ളേർ ഉണരുമോ എന്ന് പേടിച്ചിട്ട് അങ്ങോട്ട് പോകാത്തത്. ഡോറൊക്കെ തുറന്നിട്ട് ചിലപ്പം പിള്ളേർ ഉണർന്നു കഴിഞ്ഞാൽ നല്ല ബഹളമായിരിക്കും. അതുകൊണ്ട് ട്രൈപോഡൊന്നും എടുക്കാൻ കേട്ടോ. ജസ്റ്റ് അവിടെ ഒന്ന് ചാരി വെച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും മുറിക്ക് അതൊന്ന് ബഹളം കേട്ടോ. ചെന്നപ്പോഴത്തേനും എല്ലാവരും ഉണർന്നിട്ടുണ്ട്. ഏട്ടനാണെങ്കിൽ ബാത്റൂമിൽ പോയി. മക്കൾ 2 പേരും ഉണർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാച്ചു കാച്ചു ഏട്ടൻ എണീറ്റ് പോയതിന് പിണയും കിടക്കും കേട്ടോ. ആ കിടപ്പ് അത് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അപ്പോഴത്തേനും എനിക്ക് അടുക്കള പണിയുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് പോയിട്ടോ. ഏട്ടൻ അപ്പോഴത്തേനും വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആ കായെല്ലാം മുറിച്ചെടുത്തിട്ട് നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. കഴുകിയെടുത്തിട്ട് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും കുറച്ച് ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ടിട്ട് ഒന്ന് അടുപ്പ് വെച്ച് കൊടുക്കാം. ഇനി തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തേണ്ട കറുത്തിരിക്കുന്നത്. ഉപ്പ് പിന്നെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ ആ സമയത്ത് വഴണ്ട് വരട്ടെന്ന് കരുതിയിട്ട് ഉപ്പിട്ട് കൊടുത്തു. അതാ കറുത്ത് പോയത് കേട്ടോ. അല്ലാതെ പ്രശ്നമൊന്നുമില്ല, നല്ലതായിരുന്നു കേട്ടോ. ഇനി ചീഞ്ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്കത് ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് നേരം ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയെന്ന് വേണ്ട. കുക്കറിനകത്ത് ഒരു വിസിലടിക്കുമ്പോഴത്തേനും നല്ല പോലെ ഒന്ന് വഴണ്ടി കിട്ടും. പിന്നെ അത് ഒന്നുകൂടെ എണ്ണയ്ക്കകത്തിട്ട് ഒന്ന് പൊടിയെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. അതിപ്പോൾ ഞാൻ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, പിന്നെ ഉപ്പ് ഇടുന്നവർ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. അല്ലാതെ ഇടുമ്പം ഞാൻ കണ്ടില്ലേ കുക്കറിന് അടിയിൽ പിടിച്ച പോലെ അങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഈ സമയത്ത് പൊടിയെല്ലാം ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. നല്ലപോലെ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ചാറിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരുപാട് ചാറാക്കി എടുക്കുന്നില്ല, ഒന്ന് കുറുക്കിയ പരുവത്തിലെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാനത് നല്ലപോലെ ഒന്ന് മൂത്തിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞാൻ എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം കേട്ടോ.
അത്ര വലിയ കറക്റ്റ് റൗണ്ടൊന്നും നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ അപ്പം ചുടുന്നത്, പെട്ടെന്ന് എടുക്കുന്നത് കേട്ടോ. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ വാഴയ്ക്ക് ഏത്തയ്ക്ക് വെന്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വെന്തോന്ന് നോക്കിയത് കേട്ടോ ഉടച്ചിട്ട്. ഇനി നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയിട്ട് അതിനെ ഒന്ന് എണ്ണയ്ക്കകത്ത് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ ആ അരിപ്പയ്ക്കകത്തോട്ട് ഊറ്റുന്നുണ്ട് കേട്ടോ. അത് ഊറ്റി ആ വെള്ളം കളഞ്ഞിട്ട് അതെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ ആ കത്തിയും ആ കയ്യോറയും അടുക്കളയിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ വരക്കാണ് കേട്ടോ. ഞാൻ കയ്യോറ ഊരാൻ മറന്നു, പിന്നെ അടുക്കളയിൽ നിന്ന് മാറി കഴിയുമ്പോഴേ അത് ഊരി വെച്ചിട്ട് പോകുന്നത്, അതുവരെ എൻ്റെ കൈ കാണും കയ്യോറ. അപ്പോഴത്തേനും അച്ഛൻ പാലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ചായ ഇടാൻ വേണ്ടിയിട്ട് പാല് അടുപ്പത്ത് വെക്കാം. അപ്പോഴത്തേനും ഏട്ടൻ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഏട്ടനാണെങ്കിൽ നേരത്തെ പോകണം, 8:30 ആകുമ്പോഴത്തേനും വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണി ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അവളിങ്ങനെ നോക്കുന്നത്, അവളിപ്പോഴൊന്നും കഴിക്കത്തില്ല കേട്ടോ, അവളൊരു ചായ മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പോൾ ചായക്ക് നോക്കിയിരിക്കും. അവർക്ക് ഏട്ടന് കൊടുത്തിട്ട് ഞാൻ പല്ലിയൊക്കെ വന്നത്, എനിക്ക് രാവിലെ ചായ കുടിക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് വന്ന് പല്ലിയൊക്കെ കേട്ടോ. സാധാരണ ഏട്ടൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചായയൊക്കെ കുടിക്കുന്ന കേട്ടോ. ഇന്നാണെങ്കിൽ താമസിച്ചു പോയി, ഏട്ടൻ അങ്ങ് പോയി. ചാട്ടിക്കേ ഇങ്ങോട്ട് നോക്ക്. മഴയുണ്ട്, അവളെ അങ്ങനെ ഇറക്കത്തില്ല കേട്ടോ പുറത്തോട്ട്. ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാം. അവൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ പോയി ചായ കുടിക്കട്ടെ. മോനാണെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. എൻ്റെ ചായ തണുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ഒഴിച്ചു വെച്ചതാണ്, അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കുടിക്കുന്നത് കേട്ടോ. പച്ചവെള്ളം കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കുന്നുണ്ട് ചായ. അതെന്താണെന്ന് വെച്ചാൽ ചായ തണുത്തു പോയി, പിന്നെ എനിക്ക് ചൂടാക്കാൻ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഞാൻ ചൂടാക്കാനൊന്നും പോയില്ല, പിന്നെ അതെടുത്ത് കുടിച്ചു. നമ്മുടെ കുഷിത എന്താ കാണിച്ചെന്നേ? മുടി ഒതുക്കി വെക്കുക. കാച്ച അയ്യോ, പഞ്ഞി അങ്ങനെ വെക്കാൻ പാടില്ല. ചമക്കട്ടെ. അതൊരു കുരുത്തക്കേടിൻ്റെ കൂട്. പാവം ഡിങ്കു. കാച്ചി എന്റെ നോക്കുന്നേ. ചേച്ചി എന്റെ കാച്ചിന്റെ കാച്ചി. കുരുത്തക്കേട് കാച്ചിനുണ്ടോ? അങ്കാരി ചേച്ചിയാണോ? പൊന്നെ ഷൂപ്പടി പൊന്ന അമ്മയുടെ മോനൊരു ഷൂപ്പിന്റെ മോന്. നമ്മുടെ കുച്ചുമ്പിപ്പാറ എവിടെ? ഞൊടന്നെ നോച്ചടേ. അമ്മ ഒരു ഫോട്ടോ എടുക്കട്ടെ നോച്ച്. കാച്ചിയുടെ എടുക്കാമെങ്കിൽ. മുടിയൊക്കെ കിരിച്ചങ്ങ് ഇട്ടേക്കുവാണോ കുഞ്ഞാ? മുടി കണ്ണീന്ന് മാറ്റേ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മോൻ ഉറക്കം പിടിച്ചു കേട്ടോ. ഇനി എനിക്ക് അവളെ കുളിപ്പിക്കാൻ പോകണം. അവളെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കണം കേട്ടോ. അപ്പോഴത്തേനും അമ്മയാണെങ്കിൽ അപ്പുറത്തുനിന്ന് കണ്ടൊരു ചക്ക എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ആ ചക്കയുടെ പണിയില്ലായി രാവിലെ. ചക്കയല്ല, എനിക്കാണെങ്കിൽ ചക്ക വേവിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ, എനിക്ക് പച്ചക്ക തന്നെയാണ് ഇഷ്ടം. അപ്പം അമ്മയ്ക്ക് ഇവിടെ ബാക്കി എല്ലാവർക്കും ഇഷ്ടം ചക്ക വേവിച്ചത്, മോക്കും പച്ചക്ക തന്നെയാണ് ഇഷ്ടം. സുന്ദരിയായ നോക്കട്ടെ, നോക്കിക്കേ ഇങ്ങോട്ട് നോക്കിച്ചേ. നമ്മുടെ മോള് സുന്ദരിയായാണ്. ചുണ്ടിരി കുഞ്ഞോ, ഒരു ഉമ്മട്ടിടുവോ? കളിക്കണ്ട. കൊമ്പ്. അയ്യോ കൊന്നേ, എന്നെ കൊന്നേ. പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടി പോയിട്ടോ. അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് കൊടുത്തിട്ട് ഞാൻ കഴിക്കായിരുന്നുണ്ടോ. അപ്പോൾ അവൾക്ക് ഫോൺ വേണമല്ലോ, അതുകൊണ്ട് ഫോൺ കൊടുത്തോണ്ടാ പിന്നെ അവൾക്ക് കൊടുത്തൊന്ന് എടുക്കാഞ്ഞത്. പിന്നെ ഞാൻ കഴിച്ചിട്ട് അവനെ കുളിപ്പിക്കാൻ പോകണം. അപ്പോഴത്തേനും അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ പിന്നെ കഴിച്ച് ബാക്കി വന്നതിനകത്ത് കളിച്ചോണ്ടിരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ അവനെ ഇനിയും കുളിപ്പിച്ചിട്ട് വരാം. കുഞ്ഞു കൈ ഇരിക്കുന്നേ, കയ്യിലെന്താ ഇരിച്ചേ? കുഞ്ഞിപ്പുഴുവോ? തരാം.
ഇതാ ഞങ്ങൾ കുളിച്ചിട്ട് വന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ എപ്പോഴും അവനാണെങ്കിൽ അവൻ്റെ അവിടെ മുഖത്തോട്ട് മാത്രമേ കേട്ടോ നോട്ടം. അവിടെ ചേച്ചിയുടെ സൗന്ദര്യം കണ്ടുകൊണ്ടിരിക്കണം ഏത് സമയം നോക്കിയാലും. അവളുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും അവിടെ മുഖത്തോട്ടം നോക്കാം. അവൾ എന്തെങ്കിലും പറയുന്നത് കണ്ടോട്ട് ചിരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ക്രീമൊക്കെ പരട്ടി കൊടുക്കട്ടെ. അത് ഡ്രൈ സ്കിന്നിനുള്ള ക്രീമാണ്, ഡോക്ടർ കുറിച്ച് തന്നൊരു ക്രീമാണ് കേട്ടോ. ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുഞ്ഞിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീം. അത് മതി മതി ബേബിയുടെയാ. അത് ഞങ്ങളുടെ വാശിക്കുടുക്കയുടെ വാശിയാട്ടോ. പിന്നെ നേരെ മഴ പെയ്യുന്ന കണ്ടോണ്ട് മഴയത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൂടെ വീടേ പാട് ബാക്കി. കാക്കേ കാക്കേ ആ ആ ഓ ഗുഗൽ ഗുഗൽ ഗുഗേ. എന്താ തിന്നുന്നേ? എന്താ എന്താന്ന്? എന്താ തിന്നുന്നേ? ചക്കയാ? പറ്റിച്ചേ. ദൈവമേ, തല നനച്ചിട്ട് വന്നേക്കാൻ നോക്ക്. എന്താ നേങ്ങാവല്ലോ? കമാമോ 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 നോക്കട്ടെ, അമ്മയ്ക്ക് തരുമോ? യമ്മി 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 പറ, യമ്മി പറ. അമ്മി അമ്മി യമ്മി യമ്മി. ഓ എന്തിനാടി? കുറുമ്പി അയ്യോ, നാട്ടുകാരെ ഓടി വരണേ, ശാന്തലക്ഷ്മി അമ്മ ശരിയാക്കണേ, ഓടിവായോ നാട്ടുകാരെ, ഓടിവായോ. ശാന്തലക്ഷ്മി അമ്മ അടിച്ചിന്നേ, ഇടിച്ചിന്നേ, അമ്മയുടെ മുടിപ്പിച്ച് വലിച്ചിന്നേ, ഓടിവായോ. ഞാൻ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തല നനച്ചിട്ടില്ല. അപ്പം ഞാൻ 2 ദിവസം കൂടും, ഒരു ദിവസം ഇടവിട്ട് തല നനയ്ക്കത്തുള്ളൂ കേട്ടോ. കാരണം നല്ല മുടി പൊഴിച്ചിലാണ്. ഞാനാണെങ്കിൽ സ്ഥിരം ഡെയിലി തല നനയ്ക്കുന്ന ആളാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് 2 ദിവസം കൂടുമ്പോഴാണ് തല നനയ്ക്കുന്നത്. 2 ദിവസമല്ല, ഒരു ദിവസം ഇടവിട്ടിട്ട്. രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞതിൻ്റെ മുടി പൊഴിച്ചിൽ എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇനി എത്ര നാൾ നിൽക്കുമെന്ന് അറിഞ്ഞുകൂടാ. മോടെയാണെങ്കിൽ 1 വർഷത്തോളം എൻ്റെ മുടി പൊഴിയുന്നുണ്ടായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ടാണ് എൻ്റെ മുടി പൊഴിച്ചിട്ട് നിന്നത്. ഇതിന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മുട്ടയാവുന്ന വരെ മിക്കവാറും പൊഴിയുന്ന ലക്ഷണമുണ്ട്. ഇനി ഞാൻ അവൾക്ക് ചോറ് കൊടുക്കുക കേട്ടോ. അത് ചക്ക കൂട്ടിയിട്ടാണ് ചോറ് കൊടുക്കുന്നത്. കുറച്ച് ചോറ് കഴിക്കത്തുള്ളൂ. ഉച്ചയ്ക്ക് അവൾക്ക് ചോറ് കുറച്ച് കഴിക്കത്തുള്ളൂ. അവൾക്ക് എന്തെങ്കിലും പലഹാരമൊക്കെ ഇഷ്ടം. പിന്നെ അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ചോറ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ട് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, രാവിലെ വെച്ച സാമ്പാറും ഏത്തയ്ക്ക മെഴുക്കുവരട്ടിയും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു. ചമ്മന്തിയും കൂട്ടിയിട്ടാണ് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചത്. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ 2 എണ്ണത്തിനെയും പിടിച്ചു കിടത്തി ഉറക്കാൻ. ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ മോൻ പിന്നെ കുഴപ്പമില്ല. മോളാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ രാത്രി നല്ല ബഹളമായിരിക്കും. ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ പിടിച്ച് കിടത്തി ഉറക്കും. ഇല്ലെങ്കിൽ ഒരു 5 മണി 6 മണിയാകുമ്പോഴത്തേനും തുടങ്ങും ബഹളം. ഇത് നെല്ലിക്ക കേട്ടോ, നമ്മുടെ അരിനെല്ലിക്ക. നമുക്ക് വീട്ടിൽ മരം ഉണ്ടായിരുന്നു, നെല്ലിക്കയുടെ മരമുണ്ട്. അതിൽ നിന്ന് പറിച്ചിട്ട് അച്ചാറിട്ടതാണ്.
കാച്ചി ഓ എന്തിനാ കരയുന്ന കാച്ചി കാറ്റസ്നേ കരയണ്ട കരയണ്ട. അവൻ കരച്ചിൽ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ രണ്ടുപേരെ ഞാൻ പിടിച്ച് ഉറക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഉണർന്നു കഴിഞ്ഞിട്ടുള്ളതാണേ. രണ്ടുപേരും ഉണർന്നിട്ടുണ്ട് കേട്ടോ ഒരേപോലെ തന്നെ. അപ്പം പിന്നെ ഉണർന്നു കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു കട്ടിലേ കിടന്നിട്ട്. പുറത്ത് നല്ല മഴയാണ്. നല്ല മഴ മാറിയിട്ടേ ഇല്ല. കുറേ ദിവസമായിട്ട് തുടങ്ങിയിരിക്കുന്ന മഴ കേട്ടോ. സ്ഥിരം മഴ തന്നെ മഴ. അവൻ ഫോണിൻ്റെ വെട്ടം കണ്ട് നോക്കുന്ന കേട്ടോ. അവൻ ഫോണിൻ്റെ വെട്ടമൊക്കെ കണ്ടാൽ നോക്കും. അതുകൊണ്ട് അവൻ്റെ മുമ്പ് വെച്ച് ഞാൻ ഫോൺ കാണിക്കാറേ ഇല്ല കേട്ടോ. അവനിങ്ങനെ നോക്കിയിരിക്കും. പൂമ്പാറ്റ പിടിച്ചാണോ? ആനോടി കഷാരമില്ല കേട്ടോ. നമുക്ക് വേറെ പൂമ്പാറ്റ വാങ്ങിക്കാം. വേറെ പൂമ്പാറ്റ വാങ്ങിക്കാം കേട്ടോ. വേറെ പൂമ്പാറ്റ വാങ്ങിക്കാം. ചായ ഇട്ടെ ചായ ഇട്ടെ വാങ്ങി ചായ ഇടാം ചായ ഇടാം. പിന്നെ ഞാൻ പോയിട്ട് അവൾക്ക് ചായ ഇട്ട് കൊടുത്തു കേട്ടോ. ചായ ഇട്ട് പിന്നെ ഞാൻ പഴം ചുടാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അടുപ്പിൽ. അപ്പോൾ അത് ചുട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പഴം ചുട്ടതും ചായയും കൂടെ കൊടുത്തു. മോള് കഴിച്ചൊന്നുമില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, രാവിലത്തെ അപ്പത്തിൻ്റെ ബാക്കി മാവിരിപ്പുണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ കിണ്ണത്തപ്പം ഉണ്ടാക്കത്തില്ലേ, അങ്ങനെ കിണ്ണത്തപ്പം ഉണ്ടാക്കി കൊടുത്തേട്ടോ. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. ഇങ്ങോട്ട് കാലുവെച്ച് തട്ട്, കാലുവെച്ച് തട്ടോ. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങളിനിയും വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയോടെ കേട്ടോ. അവന് പുറത്ത് മഴയായതുകൊണ്ട് അവൾ പുറത്തോട്ട് ഇറക്കാത്ത, അല്ലെങ്കിൽ പുറത്ത് നിന്നിട്ടായിരുന്നു കളിക്കുന്നത്. ഇന്ന് നമുക്ക് അടിച്ചു വാരിയിട്ട് വിളക്കൊക്കെ കത്തിക്കാനുള്ള ഒരുക്കത്തിലാണ്. അമ്മയാണെങ്കിൽ രാവിലെ തന്നെ അടിച്ചു വാരി നല്ലപോലെ തുടച്ചൊക്കെ ഇടും കേട്ടോ. പിന്നെ ഇതിപ്പം ഞങ്ങൾ അവിടെ കഴുപ്പും അതുപോലെ കളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഒന്നുകൂടെ അതുപോലെ വിളക്ക് കത്തിക്കുന്നതിന് ഒന്നുകൂടെ ഒന്ന് തൂത്തുവാരി ഇട്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരെ വിളക്ക് കൊളുത്തിയിട്ട് നാമൊക്കെ ചോദിച്ചിട്ട് വരാം. രാത്രി ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ആ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി കേട്ടോ. ഞാൻ കഴിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുക്കുന്നതിന് ഓർത്ത്. അപ്പോൾ പിന്നെ മോക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് പരിപ്പും കുട്ടിയുടെ രാത്രി ചോറ് കൊടുക്കുന്നത്. അവൾ ആ ഫോൺ കണ്ടുകൊണ്ടിരുന്നിട്ട് കുറച്ച് ചോറ് കഴിച്ചു കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങയും പൂളി കൊടുത്തിട്ടുണ്ടായിരുന്നു. പഴുത്ത മാങ്ങ അതും കഴിച്ചു. ഞാൻ മോക്ക് പാൽ കാച്ചോട്ടോ. രാത്രി അവൾക്ക് പാൽ കൊടുക്കും. പിന്നെ ചിലപ്പോൾ ഞാനല്ലെങ്കിൽ ഏട്ടനും പാൽ കുടിക്കും കേട്ടോ. ഇന്ന് ഇപ്പം ഞാൻ വിചാരിച്ച ഏട്ടനും കൊടുക്കാമെന്ന്. അപ്പോൾ ഏട്ടനോടെ ഉള്ള പാലും കൊണ്ട് ഞാൻ റൂമിലോട്ട് പോകാം കേട്ടോ. അവർക്ക് രണ്ടിനും എടുത്ത് കൊടുക്കാൻ. ഇത് ഞാൻ നേരത്തെ രാവിലെ കാച്ചി വെക്കും. ഞാൻ 2 പ്രാവശ്യം കാച്ചു കേട്ടോ. രാവിലെ കാച്ചി വെക്കും, പിന്നെ വൈകുന്നേരം ചായ എടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ കാച്ചി വെക്കും. അത് അത്രയും പാട ചൂടുന്നത്, നല്ല പാട ചൂടുന്നത്. ഫ്രിഡ്ജിനകത്ത് വെച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ് പുറത്ത് തന്നെ വെച്ചതായിരുന്നു. അതാ അങ്ങനെ അത്രയും പാട ചൂടിയിരിക്കുന്നത്. ഇനി നമുക്ക് അച്ഛനും മോക്ക് കൊണ്ട് കൊടുക്കാം കേട്ടോ. 3 പേരോട് അവിടെ നല്ല കളിയിലാണ് റൂമിൽ. ഇത് കുടിപ്പിച്ചിട്ടാണ് രണ്ടാമത്തിനെ പിടിച്ച് ഉറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരെല്ലാം ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല പ്രൊഫഷണൽ യൂട്യൂബറോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫറോ അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കുന്ന ആളോ അല്ല കേട്ടോ. ഞാൻ എൻ്റെ പരിമിതി വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സാധാരണക്കാരുടെ ലൈഫും, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടോ. ഓക്കെ, എൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, ടാറ്റാ. മതി 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 പതുക്കെ പതുക്കെ പതുക്കെ. ഗുഡ് നൈറ്റ് പറ, ഗുഡ് നൈറ്റ് പറ, ഗുഡ് നൈറ്റ്. കാശി ഗുഡ് നൈറ്റ് പറ. കാശുവിനോട് ഗുഡ് നൈറ്റ് പറ. കാശിയോടോ തിരിഞ്ഞെന്നിട്ട് ഉമ്മ കൊടുക്ക് ഗുഡ് നൈറ്റും പറ. തിരിഞ്ഞെന്നാ അവനുമ്മ കൊടുത്ത് ഗുഡ് നൈറ്റ് പറ. ഓക്കെ ബേബി, ഷിയു പറ. ഓക്കെ.